ഹായ് ഹലോ, ഐ ആം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് SSLCയിലെ 4ാമത്തെ ചാപ്റ്റർ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ സിമ്പിൾ ആണ്. എന്നാൽ ഇത് നമുക്ക് +1 പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാം. എത്ര എളുപ്പത്തിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നോ ആ രീതിയിലെ മെത്തേഡുകളും അതിന്റെ മെത്തേഡുകളും കാര്യങ്ങളുമാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിലെ 1ാമത്തെ ഭാഗത്തിലോട്ട് നമുക്ക് കടക്കാം. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിലെ പാർട്ട് നമ്പർ 1 ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത്. പാർട്ട് നമ്പർ 1 നമ്മൾ 3 ക്വസ്റ്റ്യൻസുകളാണ്, ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിന്റെ ബേസിക് ഐഡിയ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം. അർത്ഥം മനസ്സിലാക്കണം, അതെന്തായാലും നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. മലയാളം മീഡിയംകാരല്ല, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളാണ്. എങ്കിലും മലയാളം മീഡിയംകാർക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇംഗ്ലീഷ് മീഡിയംകാർ ക്വസ്റ്റ്യൻ വായിച്ചെടുക്കണം, ആ ഒരു കടമ്പയുണ്ട്. അത് സെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം വളരെ സിമ്പിളാണ്. പിന്നെ ഈ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ടോട്ടൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എന്താണെന്നൊക്കെ നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ടോട്ടൽ എന്തായാലും കണ്ടുപിടിച്ചിരിക്കണം. ഓക്കെ, ഇപ്പൊ ഒരു കൺഫ്യൂഷൻ, ടോട്ടൽ എന്തിന്റെ ടോട്ടൽ എന്നൊക്കെ കൺഫ്യൂഷൻ വന്നേക്കാം. അതിനുവേണ്ടി നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി. അപ്പൊ ആ ക്വസ്റ്റ്യൻ അങ്ങ് ക്ലിയർ ആവും, അതങ്ങ് മനസ്സിലാവും. അതിന് മുമ്പേ ഞാൻ ഒന്നുകൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾക്ക് എന്റെ ക്ലാസ്സുകൾ ഇഷ്ടമായാൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് അത് ഫോളോ ചെയ്ത് പഠിച്ച് നല്ലൊരു മാർക്കിൽ എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യണം. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം. 1ാമത്തെ ഭാഗത്തിലെ 1ാമത്തെ കണക്കിലോട്ട് തന്നെ നമുക്ക് പോയേക്കാം. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ വായിക്കുക, അർത്ഥം മനസ്സിലാക്കുക. അതേ ഉള്ളൂ ഇതിന്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി, എല്ലാവരും ക്വസ്റ്റ്യൻ ഇട്ട് നോക്കി. എ ബോക്സ് കണ്ടെയ്ൻ 6 ബ്ലാക്ക് ആൻഡ് 4 വൈറ്റ് ബോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ബോക്സിന്റെ അകത്ത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഫിഗറൊക്കെ വരച്ച് ജസ്റ്റ് ഫിഗറൊക്കെ വരച്ച് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിന്റെ അകത്ത് എന്തൊക്കെയുണ്ട്? 6 ബ്ലാക്ക് ബോളുകളും ഉണ്ട്, അതേപോലെ തന്നെ 4 വൈറ്റ് ബോളും ഉണ്ട്. ഞാൻ ക്ലാസ്സിന് തൊട്ട് മുമ്പേ നിങ്ങളോട് കാര്യം പറഞ്ഞായിരുന്നു. നമുക്ക് നമ്മുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ടോട്ടൽ അല്ലെ. അപ്പൊ നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് എന്ത് എഴുതാം? എന്താണ് നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ്. നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ് എന്ന് പറയുന്നത് എത്രയാണ്? 6. അടുത്ത നമ്പർ ഓഫ് വൈറ്റ് ബോൾസ്. വൈറ്റ് ബോൾസ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് 4. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ഇപ്പൊ തന്നെ നമുക്ക് എഴുതാം. ഞാൻ പറഞ്ഞു ടോട്ടൽ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്ന് പറയുന്നത് 6 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 നമ്പറാണ് ടോട്ടൽ. ഈ ടോട്ടൽ വെച്ചാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പ്രോബബിലിറ്റി ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ. ഇഫ് എ ബോൾ ഈസ്, ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്. ഇഫ് എ ബോൾ ഈസ് പിക്ഡ് ഫ്രം ഇറ്റ്. നമ്മൾ ഈ ബോക്സിന്റെ അകത്ത് കണ്ണടച്ചൊരു ബോൾ എടുക്കാൻ പോകും. ഓക്കെ, എന്തൊക്കെ ബോളുണ്ട്? 6 ബ്ലാക്ക് ബോളും ഉണ്ട്, 4 വൈറ്റ് ബോളും ഉണ്ട്. ഈ കണ്ണടച്ച് നമ്മൾ ഇതിന്റെ അകത്തുനിന്ന് ഒരു ബോൾ നമ്മൾ പിക്ക് ചെയ്യുകയാണെങ്കിൽ, അതാണ് അവർ പറയുന്നത്. ഇഫ് എ ബോൾ ഈസ് പിക്ഡ് ഫ്രം ഇറ്റ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ബ്ലാക്ക് ആൻഡ് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് വൈറ്റ് എന്ന് പറയുമ്പോൾ, ആ കണ്ണടച്ച് അതിന്റെ അകത്ത് നമ്മളൊരു ബോൾ എടുത്താൽ ഒന്നില്ലെങ്കിൽ അത് ബ്ലാക്ക് ആകും, അല്ലെങ്കിൽ അത് എന്താവും? വൈറ്റ് ആവും. അപ്പോൾ വൈറ്റ് ആകാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ സാധ്യത. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എഴുതാം. പ്രോബബിലിറ്റി എന്താണ്? പ്രോബബിലിറ്റി ഫോർ ടേക്കിംഗ് എന്താണ്? വൈറ്റ് എടുക്കാനുള്ള പ്രോബബിലിറ്റി. ആദ്യം പറഞ്ഞിരിക്കുന്ന ബ്ലാക്ക് അല്ലേ, അപ്പൊ ഓക്കെ, നമുക്ക് ആദ്യം പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് ആയാലും വൈറ്റ് ആയാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ടോട്ടലാണ്. ടോട്ടൽ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക. ഇനി ബ്ലാക്ക് ബോൾ ആണ് എടുക്കുന്നത്. ബ്ലാക്കിന്റെ എണ്ണം ഇവിടെ എത്രയാണ്? 6. therefore ന്യൂമറേറ്റർ എന്ത് വരും? 6. അപ്പം ബ്ലാക്ക് എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 6/10. വേണമെങ്കിൽ നമുക്ക് ഇതിനെ ക്യാൻസൽ ചെയ്യാം. 6 ആയാലും ശരി 10 ആയാലും ശരി 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ളതാണ്. 2 × 3 ആണ് 6, 2 × 5 ആണ് 10. therefore ആൻസർ ഈസ് 3/5. ഇതേപോലെ തന്നെ നിങ്ങൾ തന്നെ ചെയ്യും. എല്ലാ കണക്കും ഇങ്ങനെ തന്നെ ചെയ്യാനുള്ളതാണ്. പ്രോബബിലിറ്റി ഓഫ് എന്താണ്? വൈറ്റ് ബോൾ. പ്രോബബിലിറ്റി ഓഫ് ടേക്കിംഗ് വൈറ്റ് ബോൾ. താഴെ എന്ത് വരും? ഡിനോമിനേറ്ററിൽ എന്തായിരിക്കും വരുന്നത്? ടോട്ടലായ 10. ന്യൂമറേറ്ററിൽ എന്താണ്? വൈറ്റ് ബോൾ എത്ര ഉള്ളത്? 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/10. വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. 2/5. ദിസ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ടേക്കിംഗ് വൈറ്റ് ബോൾ ഇൻ ദിസ് ബോക്സ്. ആൻഡ് 3/5 ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ടേക്കിംഗ് ബ്ലാക്ക് ബോൾസ് ഇൻ ദിസ് ബോക്സ്. സിമ്പിൾ അല്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് 2ാമത്തെ ക്വസ്റ്റ്യനിലോട്ടൊന്ന് പോവാം.
എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നുമില്ല, മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യനിലോട്ടൊന്ന് പോകാം. ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. ക്വസ്റ്റ്യൻ വായിച്ച് അർത്ഥം മനസ്സിലായി. എ ബാഗ് കണ്ടെയ്ൻ, എ ബാഗ്, ആ എക്ക് അർത്ഥമുണ്ടോ? ഒരു ബാഗിൽ. അപ്പം ആദ്യത്തെ ബാഗ് നമുക്ക് എന്ത് ചെയ്താം? ബാഗ് നമ്പർ 1 ആണ് ഇത് ബാഗ് നമ്പർ 2 ആണ്. ഓക്കെ, ഇത് ബാഗ് 2, ഇത് ബാഗ് 1. ഓക്കെ, അപ്പം ആദ്യം പറഞ്ഞിരിക്കുന്നത് ബാഗ് നമ്പർ 1 3 റെഡ് ബോൾ. അപ്പൊ 3 റെഡ് ഉണ്ട്, 7 എന്തുണ്ട്? ഗ്രീനും ഉണ്ട്. അതേപോലെ തന്നെ അനദർ ബാഗ് കണ്ടെയ്ൻ 8 റെഡ്. അപ്പൊ രണ്ടാമത്തെ ബാഗിൽ എത്ര ഉണ്ട്? 8 റെഡും ഉണ്ട്, 7 ഗ്രീനും ഉണ്ട്. അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുക. അനദർ ബാഗ് കണ്ടെയ്ൻ 8 റെഡ് ബോൾ ആൻഡ് 7 ഗ്രീൻ ബോൾ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ എ അല്ലെങ്കിൽ എ പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് നോക്കുക. എ പാർട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇഫ് എ ബോൾ ഈസ് ഡ്രോൺ ഫ്രം ദ ഫസ്റ്റ് ബാഗ്, ആദ്യത്തെ ബാഗ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എഴുതാം ഇതിന്റെ അകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ബാഗ്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ബോൾ അല്ലെ. ആദ്യത്തെ അകത്ത് ടോട്ടൽ എത്രയാണ്? ടോട്ടൽ എന്ന് പറയുന്നത് 7 3 എത്രയാണ്? 10. അതേപോലെ തന്നെ ഇതിന്റെ അകത്ത് ടോട്ടൽ എന്താണ്? ബാഗ് നമ്പർ 2ന്റെ അകത്ത് ടോട്ടൽ എത്രയാണ്? 8 7 അല്ലെ, എത്രയാണ്? 15. ഇനി ക്വസ്റ്റ്യൻ വായിക്കുക. ഇഫ് എ ബോൾ ഈസ് ഡ്രോൺ ഫ്രം ദ ഫസ്റ്റ് ബാഗ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് റെഡ്? അതായത് എ പാർട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ ബാഗിൽ നിന്നും ഒരു ബോൾ എടുത്താൽ, ഒന്നാമത്തെ ബാഗിൽ നിന്ന് നമ്മൾ ഒരു ബോൾ എടുത്താൽ അത് എന്താവാനുള്ള പ്രോബബിലിറ്റി? റെഡ് ആവാന്. അപ്പൊ ഒന്നാമത്തെ ബാഗിന്റെ അകത്ത് ടോട്ടൽ എത്രയാണ്? 10. അതെന്തായാലും ഡിനോമിനേറ്റർ വരും. ഇതിന്റെ അകത്ത് റെഡ് എത്രയാണ്? 3. therefore എന്തായിരിക്കും? 3/10. എ പാർട്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ബി പാർട്ട് ക്വസ്റ്റ്യൻ നോക്ക്. ഫ്രം ദ സെക്കൻഡ് ബാഗ്, എങ്കിൽ സെക്കൻഡ് ബാഗിലോ എന്നാണ് ചോദിച്ചത്. സെക്കൻഡ് ബാഗിൽ നിന്ന് റെഡ് എടുക്കാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സെക്കൻഡ് ബാഗിലെ ടോട്ടൽ എത്രയാണ്? 15. അത് ഡിനോമിനേറ്ററിൽ വരും. സെക്കൻഡ് ബാഗില് റെഡിന്റെ എണ്ണം എത്രയാണ്? 8. therefore 8/5. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണം. ഈ എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ശ്രദ്ധിച്ചു നോക്കിയേ. ദ ബോൾ ഇൻ ദ ബോത്ത് ബാഗ്, അതായത് ഈ ഒന്നാമത്തെ ബാഗിന്റെയും രണ്ടാമത്തെ ബാഗിലെയും ബോൾ ഇൻ ദ ബോത്ത് ബാഗ് പുട്ട് ടുഗദർ ഇൻ എ സിംഗിൾ ബാഗ്. അതായത് ഈ ഒന്നാമത്തെ ബാഗിലെ ബോളുകളും രണ്ടാമത്തെ ബാഗിലെ ബോളുകളും കൂടെ ചേർത്ത് ഒരു വലിയ ബാഗിന്റെ അകത്ത് നമ്മൾ ചേർത്ത് വെക്കുന്നു. അപ്പോൾ അതിന്റെ അകത്ത് റെഡ് എത്ര എണ്ണം വരും? റെഡ് ആദ്യത്തെ ഇവിടുത്തെ എത്രയാണ്? റെഡ് ഇവിടുത്തെ റെഡ് 3യും ഇവിടുത്തെ റെഡ് എത്രയാണ്? 8. ഇത് രണ്ടും കൂടെ കൂട്ടാൻ നേരം എത്ര? 8 3 11. റെഡ് ബോൾ അപ്പൊ എത്ര ആയിരിക്കും? 11. അതേപോലെ രണ്ടാമത്തെ ബാഗിന്റെയും ഒന്നാമത്തെ ബാഗിന്റെ അകത്തെയും കൂടെ ഗ്രീൻ ബോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര? 7 7 എത്രയാണ്? 14. മനസ്സിലായ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അകത്ത് ടോട്ടൽ എത്ര ആയിരിക്കും? ഇതിന്റെ അകത്ത് ടോട്ടല് 14 11 എത്രയാണ്? 25 ആയിരിക്കും ടോട്ടൽ. ഏത്? ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ ആ വലിയ ബാഗിന്റെ അകത്ത് ടോട്ടൽ എത്ര ഉണ്ട്? 20. അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. ഇഫ് ദ ബോൾ ആർ എന്താണ്? ബോത്ത് ബാഗ്സ് are put into a single bag. Ball or in both bags are put into a single bag. If the ball is drawn from this, അതായത് ഇപ്പൊ മിക്സ് ചെയ്ത ബാഗിന്റെ അകത്ത് നമ്മൾ ഒരു ബോൾ എടുത്താൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് റെഡ്? അതിന്റെ അകത്ത് റെഡിന്റെ പ്രോബിലിറ്റി അല്ലെ, റെഡിന്റെ പ്രോബിലിറ്റി എത്രയാണ്? അതിന്റെ അകത്ത് ടോട്ടൽ എത്രയാണ്? 25. അപ്പൊ 25 താഴെ എഴുതുക. ഇതിന്റെ അകത്ത് റെഡ് എത്രയാണ്? 11. ദാറ്റ് ഈസ് 11/25. വെട്ടിക്കളയാൻ അല്ലെങ്കിൽ ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ക്യാൻസൽ ചെയ്യും, അല്ലെങ്കിൽ അതായത് പോലെ ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ ഉത്തരം ശരിയാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇനി മൂന്നാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം. ശ്രദ്ധിച്ചിരിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആദ്യം തന്നെ ക്വസ്റ്റ്യന്റെ അർത്ഥം മനസ്സിലാക്കുക. എ ബാഗ് കണ്ടെയ്ൻ 3 റെഡ് ബോൾ ആൻഡ് 7 ഗ്രീൻ ബോൾ. ബോൾ അല്ല, ബീഡ്സ് ആണ് അല്ലെ. ബീഡ്സ് ഈസ് ഓൾസോ എ സ്മോൾ ബോൾസ്. ഓക്കെ, നമ്മൾ ഈ മാല ഓർക്കുന്ന ടൈപ്പ് മുത്തുകളുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ബീഡ്സുകൾ എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ബാഗിന്റെ അകത്ത്, അതായത് ഇവിടെയും 2 ബാഗ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതാണ് ബാഗ് നമ്പർ 1, ഇതാണ് ബാഗ് നമ്പർ 2. ഇതാണ് നമ്മുടെ എന്ത്? ബാഗ് നമ്പർ 2. ഒന്നാമത്തെ ബാഗിന്റെ അകത്ത് 3 റെഡും 7 ഗ്രീനും ഉണ്ട് അല്ലെ. ഒന്നാമത്തെ ബാഗിന്റെ അകത്ത് എത്ര റെഡ് ഉണ്ട്? ഒന്നാമത്തെ ബാഗിന്റെ അകത്ത് 3 റെഡും 7 എന്തുണ്ട്? 7 ഗ്രീനും ഉണ്ട് അല്ലെ. 7 ഗ്രീനും ഉണ്ട്. ഇനി രണ്ടാമത്തെ ബാഗിന്റെ അകത്ത് എന്തൊക്കെയുള്ളത്? രണ്ടാമത്തെ ബാഗ് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. അനദർ ബാഗ് കണ്ടെയ്ൻ 1 more ഈച്ച് എന്ന് പറഞ്ഞാൽ നേരത്തെ ബാഗിനേക്കാൾ 1 കൂടുതൽ വീതമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ബാഗിൽ ആദ്യത്തെ ബാഗിൽ റെഡ് എത്ര ഉണ്ടായിരുന്നു? 3 ആയിരുന്നു. അതിനെക്കാട്ടിൽ 1 കൂടുമ്പോൾ എത്ര? 4 റെഡ് ആണ് രണ്ടാമത്തെ ബാഗിൽ. ആദ്യത്തെ ബാഗിൽ ഗ്രീൻ എത്ര ഉണ്ടായിരുന്നു? ഗ്രീൻ 7 ആയിരുന്നു. അതിനെക്കാട്ടിൽ 1 കൂടുമ്പോൾ 8 ആയിരിക്കും രണ്ടാമത്തെ ബാഗിലെ ഗ്രീൻ. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? നമ്മുടെ ടോട്ടൽ അല്ലെ. നമ്മൾ നോക്കുക. ടോട്ടൽ ബാഗ് നമ്പർ 1ന്റെ അകത്ത് ടോട്ടൽ എത്ര ഉണ്ട്? അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ട്? 7 3 10. ഇതിന്റെ അകത്ത് ടോട്ടൽ എത്ര ഉണ്ട്? ടോട്ടല് നോക്കി 8 4 12. ഇത്രേ ഉള്ളൂ കാര്യം. അത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഇനി ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഫ്രം ഈച്ച് ബാഗ് ഈസ് ഗ്രേറ്റർ. വിച്ച് ബാഗ് ഈസ് ഗ്രേറ്റർ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം.
ബാഗ് നമ്പർ വണ്ണിലെ റെഡിന്റെ പ്രോബബിലിറ്റി നമുക്ക് നോക്കാം. ബാഗ് നമ്പർ 1 ടോട്ടൽ എത്ര ഉണ്ട്? 10. ഇത് 10 അല്ലേ? അതിന്റെ അകത്ത് റെഡ് എത്ര ഉണ്ട്? 3. അപ്പൊ എത്രയാണ്? 3/10. ഇനി ബാഗ് നമ്പർ 2ന്റെ അകത്ത് നിന്ന് റെഡ് എടുക്കുന്നതിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? ബാഗ് നമ്പർ 2 ടോട്ടൽ എത്ര? 12 അല്ലേ? 12 താഴെ എഴുതി. അതിന്റെ അകത്ത് റെഡ് എത്രയാണ്? 4. വേണമെങ്കിൽ നമുക്കൊന്ന് വെട്ടിക്കളയുമ്പോൾ 4 വെച്ച് വെട്ടിയാൽ 1/3 എന്ന് കിട്ടും അല്ലെ? അപ്പം ബാഗ് നമ്പർ 1ലെ ഫ്രാക്ഷൻ 3/10 ബാഗ് നമ്പർ 2ലെ ഫ്രാക്ഷൻ എത്രയാണ്? 1/3. ഇതിൽ ഏതാണ് വലുതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, ഫ്രാക്ഷൻ വലുത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. ആ 2 ഫ്രാക്ഷൻ ഞാൻ ഇങ്ങോട്ട് എഴുതി. 3/10 അതേപോലെ തന്നെ 1/3. ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യുക. 3 × 3 എത്രയാണ്? 9. ആ 9 ഇവിടെ എഴുതുക. ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് രണ്ടും കൂടെ ഗുണിച്ച് ഇവിടെ എഴുതാം. അതേപോലെ ഈ 10 × 1 എത്ര? 10. നോക്കിക്കേ, ഇതിൽ ഏത് സംഖ്യ വലുത്? ഇതിൽ ഏത് സംഖ്യ വലുത്? 9 ആണോ 10 ആണോ? 10. ആ 10ന്റെ താഴെ കിടക്കുന്ന ഫ്രാക്ഷൻ ഉണ്ടല്ലോ, അതായിരിക്കും വലുത്. അപ്പൊ ഇതിന്റെ അകത്ത് ഗ്രേറ്റർ എന്തായിരിക്കും? 1/3 ആയിരിക്കും വലുത്. 1/3 എന്ന് പറഞ്ഞാൽ ഏത് ബാഗിലെയാണ്? ബാഗ് നമ്പർ 2ലെയാണ്. അപ്പം പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബാഗ് ഇൻ വിച്ച് ബാഗ് ഈസ് ഗ്രേറ്റർ എന്ന് ചോദിച്ചാൽ, റെഡ് ബോൾ അല്ലെങ്കിൽ റെഡ് ബീഡ് ഇൻ വിച്ച് ബാഗ് ഈസ് ഗ്രേറ്റർ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാം? ഉത്തരം ബാഗ് നമ്പർ 2. ഈ കാര്യം ഒന്ന് ഓർത്തു വെച്ചോണം. ഏത് കാര്യം? ഈ ഫ്രാക്ഷൻ സെറ്റ് ചെയ്യുന്ന കാര്യം. നമ്മൾ ആ 2 ഫ്രാക്ഷനും എഴുതിയിട്ട് ജസ്റ്റ് ക്രോസ് ചെയ്ത് അതിന്റെ മണ്ടയ്ക്ക് എഴുതുക. അല്ലെ, ക്രോസ് ചെയ്ത ആൻസർ എന്ത് ചെയ്യുക? അതിന്റെ മണ്ടയ്ക്ക് എഴുതുക. ആ ആൻസർ എന്ത് ചെയ്യുക? അതിന്റെ താഴോട്ട് നോക്കുക. വലിയ സംഖ്യ ഏതിന്റെ താഴെയാണോ, അല്ലെ വലിയ സംഖ്യയുടെ താഴെ ഏത് ഫ്രാക്ഷൻ ആണോ, ദാറ്റ് ഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റ്. ഓക്കെ, സിമ്പിൾ ആണ്. അതൊന്ന് മനസ്സിലാക്കി വെച്ചോണം. PSC പരീക്ഷയ്ക്കൊക്കെ നമുക്ക് ആവശ്യം വരും. ഓക്കെ, അപ്പം ഇന്ന് പഠിപ്പിച്ച 3 കണക്കുകൾ, ആദ്യത്തെ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഈ ആദ്യത്തെ ഭാഗത്തിലെ 3 കണക്കുകൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ഭാഗത്തിൽ നമുക്ക് ഈ ചാപ്റ്ററിലെ കൂടുതൽ പ്രോബ്ലംസുകളുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.